ജബ്ബാർ മാഷ്ക്കുള്ള മറുപടി. കാരണം യുക്തിവാദികൾ കാര്യങ്ങളെ വിശകലനം ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഇപ്പോഴൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ആ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു മറുപടി രൂപത്തിൽ, കാരണം അതിന് വലിയ പ്രാധാന്യമുള്ളതായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞത്, പണ്ട് ബാബിലോണിയയിലുള്ള പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയപ്പോൾ 4000 വർഷം മുമ്പ് കണ്ടെത്തിയതിലുള്ള ചില കഥകൾ, അതിലൊരു കഥ ഇങ്ങനെയാണ്. പ്രളയം ഉണ്ടാവുന്നു, അപ്പോൾ കുറച്ച് കക്ഷികൾ രക്ഷപ്പെടുന്നു, ഒരു ബോട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടുന്നു എന്നുള്ള കഥ 4000 വർഷം മുമ്പിൽ ബാബിലോണിയയിൽ ഉള്ള ഫലകത്തുനിന്ന് കിട്ടിയതാണ്. അതാണ് ബൈബിളിലെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഖുറാനിലും അതിനനുസരിച്ചാണ് വ്യാഖ്യാനിച്ചു, ഓരോ ആളും അതിനനുസരിച്ച് പിന്നെ വ്യാഖ്യാനിക്കുകയാണ് ഈ കഥകൾ എന്നെല്ലാം പറഞ്ഞു കൊണ്ടുപോവുകയാണ്. പക്ഷേ അദ്ദേഹം വേറൊന്നുകൂടി ശ്രദ്ധിക്കണം വേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം അതിനു മുമ്പിൽ ബാബിലോണിയയിൽ 4000 വർഷമാണെങ്കിൽ അതിനു മുമ്പിലുള്ള വേദപുരാണങ്ങളിലും പുരാണ കഥകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ബോട്ട് ഉണ്ടാക്കുക, അതിൽ കയറി രക്ഷപ്പെടും. ഈ പറഞ്ഞ എല്ലാം തന്നെ വ്യത്യാസം ചെറിയ ചെറിയ ഓരോ ആൾ പറയുന്നതിനുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് ഏതിലുണ്ട്? പുരാണ കഥകളുണ്ട്. ഞാനത് പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. കാരണം നമ്മൾ ഈ കഥ പിടിച്ചല്ല. ഒരു യുക്തിവാദി എന്ന് പറയുമ്പോൾ കഥ എന്നതിനെ കൊണ്ട് എന്താ അർത്ഥമാക്കേണ്ടത്? അത് ചില ആശയങ്ങൾ സാധാരണക്കാരന് അധികം സയൻസ് ഒന്നും മനസ്സിലാക്കാത്തവന് വേണ്ടിയിട്ടുള്ളതാണ് കഥകൾ. അല്ലാതെ അത് യുക്തി ചിന്ത ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവർക്കുള്ള എല്ലാ കഥകൾ, അത് കുട്ടികൾക്കാണ് കഥകൾ. പണ്ട് മുത്തച്ഛിമാരാണ് പുരാണ കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നത്. ഇന്നത്തെ ആത്മീയവാദികൾ അതെടുത്ത് നടക്കുകയാണ്. പണ്ട് മുത്തച്ഛിമാർ ചെയ്ത കാര്യമാണ് ഇന്നത്തെ ആത്മീയവാദികൾ കഥയായിട്ട് നടക്കുകയാണ്. അതിനെ പിടിച്ചുകൊണ്ടാണ് യുക്തിവാദികളും പോകുന്നത്. ഇനിയെങ്കിലും കുറച്ചൊന്നും ഇതിന്റെ എല്ലാം തുടക്കം വേദമാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. വേദം തന്നെ വന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഉരുവിട്ട് വന്നത് അവസാനം എഴുതി വെച്ചു. അതിന്റെ ശേഷം വേദവ്യാസം 5000 വർഷം മുമ്പിൽ അതിനെ വ്യസിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ ആശയം അതിനു മുമ്പേ ഉരുവിട്ട് വന്നിട്ടുണ്ട്. അതാണ് ശ്രുതി എന്ന് പറയുന്നത്. അപ്പം വേദത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. എന്താ പറ്റിയെന്ന് അപ്പം വേദത്തിലേക്ക് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളുടെ അല്ല ഈ സത്യാദ്യം മനസ്സിലാക്കണം. വേദം എന്ന് പറയുന്നതിൽ ഒരു കഥയും ഇല്ല. വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഋഗ്വേദം, യജുർവേദം മാത്രം കാര്യത്തിലെടുക്കാം, അല്ല ആദ്യം നോക്കാം. ഋഗ്വേദത്തിലും യജുർവേദത്തിലും ഒരു കഥയുമില്ല. അപ്പം പുരാണം മുഴുവൻ കഥയാണെന്ന് ധരിക്കരുത്. കഥയെ രൂപത്തിൽ എന്തിനാ അവതരിപ്പിച്ച? വേദവ്യാസന് വേദങ്ങളെല്ലാം എഴുതിയിട്ട് ഒന്നും ഒരു തൃപ്തി വന്നില്ല. കാരണം ഇതൊന്നും ആരും വായിക്കാൻ പോകുന്നില്ല. ഇന്നും വേദങ്ങളാരും തൊടുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് കഥ രൂപത്തിൽ അടിച്ചു വിട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഒന്നാമത്തെ മിസ്റ്റേക്ക്, യുക്തിവാദികൾ ചിന്തിക്കേണ്ട ഒരു മിസ്റ്റേക്ക്, വേദത്തിൽ ഈശ്വരൻ എന്നത് ബ്രഹ്മം മാത്രമാണ്. പിന്നെ പ്രപഞ്ചമായതിന് ശേഷമുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അതാണ് ദേവൻ കഥാപാത്രങ്ങളായിട്ട് മാറുമ്പോൾ ദേവന്മാരായി മാറിയത്. അപ്പൊ ദേവതകൾ എന്ന് പറയുന്നത് ഈശ്വരനല്ല. പക്ഷേ കുറച്ച് ഈശ്വരനല്ല. കാരണം ദേവതകളിൽ വേദത്തിൽ നോക്കിയാൽ ദേവതകൾ എന്ന് പറയുന്നത് സൂര്യൻ, കല്ല്, മണ്ണ്, ജലം, ഇതെല്ലാം ദേവതകളാണ്. അതാണ് 33 കോടി ദേവതകൾ. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും, ഞാനും കല്ലും മണ്ണും കസേലിയും എല്ലാം ദേവതകളാണ്. അതിനെ കഥരൂപത്തിൽ അവതരിക്കുമ്പോൾ സൂര്യനെ കണ്ണും മൂക്കും വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ഗംഗാനദീനെ കണ്ണും മൂക്കും വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചില ആശയങ്ങൾ അതിനെ വിസ്തരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കഥരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മള് കഥരൂപം അങ്ങ് വിടുക. അത് ആത്മീയവാദികളും മറ്റേ മുത്തച്ഛിമാര് കൈകാര്യം ചെയ്യുന്നത് ഇന്ന് ആത്മീയവാദികൾ കൈകാര്യം ചെയ്യുന്നു. അവർക്ക് മറുപടി കൊടുക്കാനല്ല നടക്കേണ്ടത്. അതിന്റെ എല്ലാ അടിസ്ഥാനമുള്ളത് വേദമാണ്. ഋഗ്വേദം തന്നെ, ആദ്യത്തെ വേദം തന്നെ എടുക്കാം. ഋഗ്വേദം തന്നെ. ഇപ്പൊ ഋഗ്വേദത്തിൽ നോക്കിയിട്ട് എന്താണെന്ന് മനസ്സിലാക്കി യുക്തി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിലാക്കും. ഇപ്പൊ യുക്തിവാദികൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ എളുപ്പത്തില് ഋഗ്വേദത്തിൽ കടന്ന് അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പിടികിട്ടും. കഥയുടെ പിന്നാലെ പോകല്ല. അത് സാധാരണക്കാരെ കുട്ടികൾ, കഥകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് രസിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ മുന്നിൽ ഒരു ആശയമുണ്ട്. അപ്പൊ ഈ കഥകളിലൂടെ തന്നെ വേദത്തിലേക്ക് പോകാൻ എളുപ്പമാണ്. കഥകൾ മനസ്സിലാക്കിയിട്ട് വേദത്തിലേക്ക് പോകണം. ഇനി നമുക്കപ്പൊ ഈ കഥ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? വേദത്തിലെ പുരാണ കഥകളിലാണ് പറഞ്ഞിരിക്കുന്നത്.
അവിടെ നിന്നാണ് അപ്പൊ എല്ലാത്തിനെയും തുടക്കാതാണെന്ന് മനസ്സിലാക്കാം. എങ്ങനെ ഇത് വന്നു? കാരണം വേദത്തിൽ മുഴുവൻ സയൻസാണ്. നമുക്ക് കാണാം, അതിൻ്റെ അകത്ത് ഇറങ്ങി നമുക്ക് നോക്കാമല്ലോ. ഋഗ്വേദത്തിൽ ഈ താല്പര്യം കഥകളുടെ പിന്നാലെ പോകുന്നതിന് പോലെ ഋഗ്വേദത്തിൽ ഓരോ വരിയും എടുത്തിട്ട് വായിച്ചു നോക്കിയിട്ട് അതിൽ സയൻസ് ഉണ്ടോ എന്ന് നോക്കാമല്ലോ. അതിലേക്ക് എന്താ പോകാത്തത്? അതിനെ വെച്ചുകൊണ്ട് അതിനെ എതിർക്കണ്ടിക്ക് എതിർക്കാം. ഋഗ്വേദത്തിലെ ഓരോ വരികളെയും എതിർക്കണ്ടിക്കിൽ എതിർക്കാം. ഒന്ന് കടന്നു നോക്കൂ. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വേദ കഥകളിലൂടെ തന്നെ നമുക്ക് എളുപ്പത്തിൽ സംഗതികൾ പിടികിട്ടുന്നുണ്ട്. ഈ കഥകളെല്ലാം ഇത് വേദ പുരാണ കഥകളിൽ നിന്ന് വന്നതാണ്. ഈ ബോട്ടിന്റെ എല്ലാം കഥ, അതായത് 4 യുഗങ്ങളിലൂടെയാണ് ലോകം പോകുന്നത്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതയുഗം എന്ന് പറയുന്നത് പണ്ടത്തെ ആദിമ മനുഷ്യൻ, രാജഭരണം വരെയാണ് അതിലുള്ളത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കൊളോണിയലിസം. നമ്മളെ ചരിത്രം അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. കൊളോണിയലിസം രണ്ടാമത്തത്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ മുതലാളിത്തവും കമ്മ്യൂണിസവും. നാലാമത്തത് ഇതിൽ നിന്നെല്ലാം മോചനം നേടിയിട്ടുള്ള 4ാം ലോകമഹായുദ്ധത്തിന്, മഹാഭാരത യുദ്ധത്തിന് ശേഷമുള്ള 4ാം യുഗം. ഇപ്പം നമ്മൾ ഇതിന്റെ ഈ അവസാനത്തെ കാലഘട്ടത്തിലാണ് ഉള്ളത്. മഹാഭാരതം നടന്നോ 4ാം ലോകമഹായുദ്ധം എന്നെല്ലാം സ്വയം ചിന്തിച്ചാൽ മതി. അതിന്റെ അവസാനം ഒരു സുന്ദരമായ ലോകമെത്തും. അതെത്തുമ്പോൾ ഏറ്റവും പുരോഗമിക്കും. പിന്നെ കാലം പറയുന്നത് എന്താണ്? പ്രളയത്തിലൂടെ അത് നശിക്കും. ഇതാണ് കാലം പറയുന്നത്. അവസാനം എത്തുമ്പോൾ മഹാഭാരത യുദ്ധത്തിന് ശേഷം തന്നെയാണ് പ്രളയുന്നത്. അതേ അടുത്ത യുഗം തുടങ്ങിയാണ്. ഇത് മുഴുവൻ നശിച്ചു പോകും. നശിച്ചു പോയിട്ട് ആദ്യം ഈ സൈക്കിൾ തുടങ്ങും. അത് നമ്മൾ കാണുന്നുണ്ട്. നക്ഷത്രങ്ങളെല്ലാം കത്തിയാമരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്. അത് സൗരയൂഥത്തിന് സംഭവിക്കില്ല എന്ന് ഒന്നും ചിന്തിച്ചുകൂടാ. ശാസ്ത്രലോകവും പറയുന്നുണ്ട് ഒരു നാൾ നശിക്കും. ആ നശിക്കുമ്പോൾ എന്താ മനുഷ്യൻ ചെയ്യുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ. പെട്ടകമുണ്ടാക്കിയിട്ട് രക്ഷപ്പെടും. എവിടത്തേക്ക്? ബഹിരാകാശത്തിലെ ഭൂമി മൂലമാണ് പ്രളയമെങ്കിൽ എവിടെയെങ്കിലും വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കാം. എല്ലാം മുഴുവൻ പ്രളയം പലതരത്തിലുള്ളതെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പ്രളയം ഭൂമി മുഴുവൻ നശിക്കുന്നതാണെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ ബോട്ടുണ്ടാക്കി രക്ഷപ്പെടും. അത് ചെറിയ പ്രളയങ്ങൾ, പലതരം പ്രളയം വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാലവും എല്ലാം വിവരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടും. അതും പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ. ഈ 3 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആയ ചിന്തകന്മാരായ ജനങ്ങള്, ഭാരതത്തിൽ നിന്നുള്ള ചിന്തകന്മാരായ ജനങ്ങൾ ഒരു കൂടി ചേർന്നിട്ട് അവർ രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് 4 ഭാഗത്തേക്കും പോകുന്നതായിട്ട് പുരാണ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നും ലോകം നശിക്കാൻ പോകുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന എന്താണ്? ആദ്യത്തെ അവസാനത്തെ സ്റ്റേജ് എന്താണ്? അവർ നല്ല ചിന്തകന്മാരായ ശാസ്ത്രജ്ഞരെ എല്ലാവരെയും ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ചിന്തകരായ ശാസ്ത്രജ്ഞരെ, വേദങ്ങളെ എല്ലാ ശാസ്ത്രതത്വങ്ങളും കണ്ടെത്തിയ ശാസ്ത്രതത്വങ്ങളുമായിട്ട് ബഹിരാകാശത്തോ ബോട്ടിലോ എവിടെയെങ്കിലും രക്ഷപ്പെടും. അങ്ങനെ പോകുന്നവരാണ് മനു എന്നതുകൊണ്ട് ചിത്രീകരിച്ച കുറച്ചുപേര് രക്ഷപ്പെടുന്നത്. ഈ കഥകളുടെ ആശയത്തിലേക്ക് വരണം. എന്നിട്ട് ബഹിരാകാശത്ത് രക്ഷപ്പെട്ടതിന്റെ ശേഷം തിരിച്ചു വന്നവര്, വേദവ്യാസൻ അതെല്ലാം വ്യക്തമായിട്ട് പറയുന്നത്, ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുന്നവരിലൂടെയാണ് പിന്നെ പുനർസൃഷ്ടി നടക്കുന്നത്. കൃതയുഗം, ത്രേതായുഗം. ഇത് സൈക്ലിക്കാണ്. ഇതെല്ലാം ഞാൻ പണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ ഈ ഇത് പറഞ്ഞപ്പോൾ ഒന്നുകൂടിയും ഈ കഥകൾ ബാബിലോണിയയിലുണ്ട് എന്ന് പോലും പറഞ്ഞപ്പോൾ അതിന്റെ തുടക്കം വെച്ച് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കുറെ കാലം അവർ ഉരുവിട്ടിട്ടാണ് ഈ ശാസ്ത്രതത്വങ്ങൾ നമുക്ക് വേണ്ടി കൈമാറാൻ വേണ്ടി നിൽക്കുന്നത്. അവർ ഉരുവിട്ടുകൊണ്ട് അതാണ് ശ്രുതി എന്ന് പറയുന്നത്. അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അത് എഴുതി വെക്കും. കുറെ കാലം കഴിഞ്ഞ് എഴുതി വെച്ചതിന്റെ ശേഷം അതെന്തായിത്തീരും? അവരെ വിഘടിച്ചിട്ട് 4 ബുക്ക്, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്ന മാതിരി തന്നെ 4 ബുക്കായിട്ട് മാറ്റി 3 ബുക്കുകൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം. അതിന്റെ ആപ്ലിക്കേഷൻ സൈഡാണ് അഥർവവേദം. ആപ്ലിക്കേഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് അടിസ്ഥാന തത്വങ്ങൾ, ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ ആപ്ലിക്കേഷൻ. അതാണ് അഥർവവേദത്തിലുള്ളത്. അഥർവവേദത്തിലുള്ളത് എന്താണ്? ആയുർവേദം, യോഗ. ഇതെല്ലാം പ്രാക്ടിക്കൽ സൈഡുകളാണ്. അതെല്ലാം എന്തെല്ലാം മെറ്റീരിയൽ സംസ്കരണം എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ലോകം ഇതുവരെ അത് കണ്ടെത്താത്ത സയൻസുകൾ അതിൻ്റെ അകത്തുണ്ട്. അല്ല, അതിന്റെ ആപ്ലിക്കേഷൻ. ഇപ്പോഴത്തെ വേദങ്ങളിൽ അതിന്റെ സയൻസ് വശമുണ്ട്. ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഈ 3 അതിലില്ലാതെ സയൻസ് ഇല്ല. ഒന്ന് ഇറങ്ങി നോക്കൂ, അപ്പോൾ കാണാം. കാരണം അതിൻ്റെ അകത്ത് ലോകത്തിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന എഞ്ചിനീയറിംഗിൽ ഞാൻ പഠിച്ച എല്ലാ വിഷയങ്ങളും അതിൻ്റെ അകത്ത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ചെറിയ രൂപത്തിലാണ്.
അതിനെയാണ് അവർ കഥാപാത്രങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ ഇവിടെ ദേവത എന്ന് പറയുന്നത് ചിലപ്പോൾ കല്ല് ദേവതയാണ്, വെള്ളം ദേവതയാണ്, H2O ദേവതയാണ്, H ദേവതയാണ്, O ദേവതയാണ്. ഇങ്ങനെയെല്ലാം ഒരു കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ടാണ് പുരാണ കഥകളിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ പുരാണ കഥകൾ വിടുക, അത് കുട്ടികൾ പാടി നടക്കട്ടെ, അല്ലെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പാടി നടക്കട്ടെ, ആത്മീയവാദികൾ പാടി നടക്കട്ടെ. നമ്മൾ വേദത്തിലേക്ക് ഇറങ്ങി നോക്കൂ, അപ്പോൾ കാണാം അതിൻ്റെ അകത്തുള്ള സയൻസുകൾ മുഴുവൻ. പിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതാരാണ്? യുക്തിവാദികൾ തന്നെ. അന്നത്തെ കാലത്ത് ഇത് എഴുതി വെച്ച് കുറെ കാലം കഴിഞ്ഞപ്പോൾ സയൻസ് ഇല്ലാത്ത ഒരു കാലഘട്ടം വന്നു. സയൻസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ ഭാഷാ പണ്ഡിതരും ഇതേമാതിരി വാചകമടിക്കാൻ കഴിവുള്ള യുക്തിവാദികളും അതിനെ വ്യാഖ്യാനിച്ച് എന്താക്കി മാറ്റി? മതങ്ങളാക്കി മാറ്റി. അവരെ കുറ്റം വരുത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? അവർക്ക് അത്രേ ജ്ഞാനം, സയൻസ് ഇല്ലാ കാലത്തിൽ പിന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അവരുടെ അന്നത്തെ കാല ആൾക്കാർ യുക്തിവാദികൾ തന്നെയാണ്. അവർ യുക്തിക്കനുസരിച്ച് വേദങ്ങളെ വ്യാഖ്യാനിച്ചു. അവർ ഈ കഥകളുടെ പിന്നാലെ അവർക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. ഇന്നും വേദം ആരും തൊടുന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഋഗ്വേദം, യജുർവേദം. എന്നിട്ട് കഥകളുടെ പിന്നാലെ പോയി അവരതിനെ ദേവന്മാരാക്കി. കണ്ണു മൂക്കുള്ള സൂര്യനെയെല്ലാം കണ്ണും മൂക്കുള്ള ദേവനായിട്ട് നമ്മൾ ജ്യോതിഷം പറയുന്നവരെ കാണാം. സൂര്യ ഭഗവാൻ. എന്ത് ഭഗവാൻ? ഈ കാണുന്ന സൂര്യനെ ഭഗവാൻ. എന്നാ പിന്നെ കല്ല് ഭഗവാൻ, തേങ്ങ ഭഗവാൻ. കാരണം വേദത്തിലെ എല്ലാത്തിനെയും ഭഗവാൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈശ്വരൻ എന്നാണ്, ദേവതകൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ജലഭഗവാൻ, പഴഭഗവാൻ, അവിലുണ്ട ഭഗവാൻ, ഇങ്ങനെയെല്ലാം പറയേണ്ടി വരും. അപ്പൊ ഇതെല്ലാം ഭാഷാ പണ്ഡിതരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭാഷ കൊണ്ട് വ്യാഖ്യാനം. സയൻസിലൂടെ യുക്തി ചിന്ത എന്ന് പറയുന്നത് വേദം തന്നെ പറയുന്നു. യുക്തി ചിന്ത എന്ന് പറയുന്നത് പ്രയോഗിക്കേണ്ട എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? സയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദം പറയുന്ന ഓരോ വാക്ക്, പശു എന്ന വാക്ക് പോലും സയൻസിലൂടെ മനസ്സിലാക്കിയിട്ടേ നിങ്ങൾ മുന്നോട്ടേക്ക് എടുക്കാൻ പാടുള്ളൂ. ആര് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കരുത്. ശാസ്ത്രത്തിന്റെ, സയൻസിന്റെ അടിസ്ഥാനത്തിലൂടെ മാത്രം വേദവരികളെ എടുക്കണം. എന്നിട്ട് നിങ്ങളെ ബുദ്ധിയിൽ 100% ഏത് ഗുരു പഠിപ്പിച്ചാലും നിങ്ങൾക്കും 100% വിശ്വാസമുള്ളത് മാത്രമേ നിങ്ങൾ ആചരിക്കാൻ പാടുള്ളൂ എന്ന് വേദം എടുത്തു പറയുന്നു. അല്പമോരെങ്കിലും സംശയമുള്ള കാര്യം നിങ്ങൾ സ്വീകരിച്ചു പോകൂടാ. ബുദ്ധി ഉപയോഗിച്ചാൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് കുഴപ്പവും പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്. നമ്മള് വിശ്വാസത്തിനനുസരിച്ച് മറ്റുള്ളവരെ പറഞ്ഞു കേൾക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതാണ് യുക്തിവാദികൾക്കും പറ്റിയ മിസ്റ്റേക്ക്. യുക്തിവാദികൾക്ക് അവർക്കൊരു ചിന്താഗതി വെച്ചിട്ടുണ്ട്, പഴയതെല്ലാം തെറ്റാണ്. ആ ഒരു വിശ്വാസം ഉറച്ചു പോയപ്പോൾ അതിനനുസരിച്ചുള്ളതേ അവർ കേൾക്കാൻ ശ്രമിക്കൂ. മറ്റുള്ള അവരെ ബുദ്ധി പോകില്ല. അവർക്ക് സയൻസും ഇല്ല. യുക്തിവാദികൾ സയൻസ് വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന കക്ഷികളാണ്. അവർ തന്നെയാണ് ഈ മതങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവരെല്ലാം യുക്തിവാദികളാണ്. ആത്മീയവാദികളെല്ലാം ആത്മീയ ഗുരുക്കള്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കുറച്ചു പേരെന്തല്ലോ ഇങ്ങനെ അടിച്ചുവിടും. ഭാഷയുള്ളവർ കുറെ അടിച്ചുവിടും, കുറെ പേര് അതിന്റെ പിന്നാലെ പോകും. അത് ഫോളോവേഴ്സ്, വിശ്വാസികൾ. കുറച്ച് ആൾക്കാർ നല്ല വാചകടിക്കാനും ഭാഷാ പണ്ഡിതരുണ്ടാവും. അവരെടുത്തൊരു കെമിസ്ട്രി ബുക്ക് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയായിരിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. വേദത്തെ വ്യാഖ്യാനിക്കുക എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കെമിസ്ട്രി ബുക്ക് ഒരു ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന കെമിസ്ട്രി ബുക്ക് എന്ന് വെച്ചോളൂ. അത് ഇംഗ്ലീഷ് അറിയുന്ന ആൾ പഠിപ്പിച്ചാൽ എന്താ ചെയ്യുക? ഒന്നാമത്തെ വരിയിൽ ഇത്ര അക്ഷരമുണ്ട്, ഇത്ര വരിയുണ്ട്, അത് ഇത്ര വരിയുടെ ഘട്ടങ്ങളായിട്ട് ചാപ്റ്ററായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഇടക്ക് മറ്റേ കോമയിട്ട് വേറെ അതെല്ലാം വേറെ ഭാഷയിൽ നിന്ന് വന്നതാണ്, അവിടെ നിന്ന് വന്ന ഇങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ചു പോകും. അല്ലാതെ അതിന്റെ അകത്തുള്ള ആശയം പറയാൻ പറ്റൂല. അപ്പൊ ഇത് യുക്തിചിന്ത ആദ്യം ഇത് മനസ്സിലാക്കണം. നമ്മൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ പഠിക്കണം. വേദത്തിലേക്ക് ഇറങ്ങിത്തരൂ. ഇന്ന് ലോകം പഠിച്ചിരി കണ്ടെത്താത്ത സയൻസ് പോലെ പ്രപഞ്ചത്തിന്റെ ഘടന അറിയണം. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് 7 ആകാശം. ഇതെല്ലാം ആരാ ഉണ്ടാക്കി വെച്ചത്? അന്നത്തെ യുക്തിവാദികൾ തന്നെയാണ് അന്നത്തെ ആത്മീയ ഗുരുക്കന്മാര്. അവര് മറ്റുള്ള മതങ്ങൾ ഉണ്ടാക്കുമ്പോൾ 7 ആകാശം ഇങ്ങനെ തട്ടായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക, ലൈറ്റെല്ലാം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് ആരെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്ന? യുക്തിവാദികൾ തന്നെ. ആ യുക്തിവാദികള് പറഞ്ഞതിനും പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പോകുന്നത്. പക്ഷെ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി ചിന്തിച്ചവരാണ് ആര്? വിവേകാനന്ദൻ നോക്കിയപ്പോൾ ഇതൊന്നും അല്ല കാണുന്നത്, ഈ കണ്ടതാണ്. അതുകൊണ്ടാണ് ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. നാരായണ ഗുരുസ്വാമി കുറച്ചും കൂടി മാറ്റി ചിന്തിച്ചു. അപ്പോൾ യുക്തിവാദികൾ ചെയ്യേണ്ടതാണ് സയൻസിന്റെ അടിസ്ഥാനം. ഏതിനെയാണ്? കഥകളെയാണോ? കഥകളുടെ പിന്നാലെയാണോ?
വിദ്യാഭ്യാസമുള്ളവർ പോകേണ്ടത്? പുരാണ കഥകളുടെ പിന്നാലെയാണ്. കഥകൾ ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് രസം, കഥയെല്ലാം വായിക്കുന്ന ഒരു രസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ആശയം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതെല്ലാം വന്നത് എവിടെയാണ്? ആദ്യത്തെ ഗ്രന്ഥം ഋഗ്വേദമാണ്. എല്ലാ മതങ്ങളും അതിൻ്റെ അകത്തുനിന്നുള്ള വ്യാഖ്യാനിച്ച് യുക്തിവാദികൾ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ്. ഋഗ്വേദത്തിൽ കടന്നു കഴിഞ്ഞാൽ ഇന്ന് സയൻസ് കണ്ടെത്തിയതും കണ്ടെത്താതുമായ എല്ലാ ശാസ്ത്രങ്ങളും അതിൻ്റെ അകത്ത് കാണാം. ഇതിനു മുമ്പ് തന്നെ മറ്റുള്ള മതങ്ങളിലുള്ള കുറച്ചെല്ലാം അവർ സയൻസ് പറയും, ഇന്ന സയൻസ് ഉണ്ട് മറ്റേ ഉണ്ട് എന്ന്. അതിന് വേദത്തിലുള്ളത് ഞാൻ എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ എത്രയോ 10-30 യൂട്യൂബിലൊക്കെ ആയിട്ട്. ഇവർ പറയുന്ന സയൻസിന്റെ എല്ലാം വിസ്തരിച്ച രൂപങ്ങൾ വേദത്തിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് മതം, ഏത് മതങ്ങളിലുള്ള, അത് ഹിന്ദു മതമാട്ടെ ആര് പറയുന്ന ആട്ടെ, അതെല്ലാം വന്നിരിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ്, കഥകളിൽ നിന്നാണ്, പുരാണ കഥകളിലൂടെ നിന്നാണ് വന്നിരിക്കുന്നത്. ആ പുരാണ കഥകളിൽ തന്നെ അടിത്തറയതാണ് വേദങ്ങളാണ്. അപ്പം വേദങ്ങളിലേക്ക് കടന്നു പോക്കൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ശാസ്ത്രം മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് കണ്ടെത്തിയതും കണ്ടെത്താതെ ഇരിക്കുന്നതുമായ സയൻസുകൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആ സയൻസുകൾ കഥരൂപത്തിൽ എഴുതിയതാണെന്ന് മനസ്സിലാക്കും. അതോടുകൂടി ഈ ആത്മീയവാദമെല്ലാം പൊളിഞ്ഞു പോകും. പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വേദം മുഴുവൻ സയൻസ് ആണെന്ന് കണ്ടെത്തുമ്പോൾ വേദത്തിൽ സയൻസേ ഉള്ളൂ. വേദത്തിന്റെ അർത്ഥം തന്നെ ജ്ഞാനമെന്നാണ്, അറിവ് എന്നാണ്. അറിവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാനുള്ള കഴിവ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ സയൻസേ ഉള്ളൂ എങ്കിലും അതിന്റെ കഥരൂപത്തിൽ അവതരിപ്പിച്ചതാണ് പുരാണ കഥകൾ എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ലോകം തന്നെ മാറിപ്പോകും. എല്ലാ മതങ്ങളും മതിയാക്കേണ്ടി വരും. ഈ ആത്മീയവാദവും അനാചാരങ്ങളും എല്ലാം ഇല്ലാതെയാണ്. അതിന് വേണ്ടത് യുക്തിവാദികൾ ആദ്യം ശരിയായ നിലയിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളെ വിലയിരുത്താൻ പഠിക്കണം. ആദ്യം വിലയിരുത്തേണ്ടത് വേദം തുടങ്ങുക, ഋഗ്വേദത്തിൽ നിന്ന് തന്നെ തുടങ്ങുക. ഓരോ വരിയെയും വ്യാഖ്യാനിക്കുക. തെറ്റുണ്ടെങ്കിൽ പൊളിച്ച് ദൂരക്കളയൂ. അത് തന്നെയാണ് യുക്തിവാദി. വേദം തന്നെ പറയുന്നുണ്ട്, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ട് അല്പമെങ്കിലും സംശയമുള്ളത് നിങ്ങൾ എടുക്കരുത്, എടുത്ത് ദൂരക്കളയണം. അപ്പം വേദത്തിൽ ഓരോ വരി എടുക്കൂ, എന്നിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ എടുത്ത് ദൂരക്കളയൂ. അപ്പം വേദം മുഴുവൻ ഇല്ലാതായിക്കോളൂ. പക്ഷെ അതിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ പഠിച്ച എല്ലാ ശാസ്ത്രങ്ങളും അതിൻ്റെ അകത്തുണ്ടെന്ന്. പ്രപഞ്ചഘടന 7 ലോകം എന്ന് പറഞ്ഞ് ഇങ്ങനെ 7 അട്ടിയായിട്ട് വെച്ചതല്ല. അതെല്ലാം ഭാഷാ പണ്ഡിതർ പിൻകാലത്ത് വ്യാഖ്യാനിച്ച് മതങ്ങളാക്കി മാറ്റിയതാണ്. അങ്ങനെയൊന്നും അല്ല വേദം പറയുന്നത്. 7 ലോകങ്ങളുണ്ട്, 7ഉം 14 മുകളിലും താഴെയും. അതെല്ലാം പ്രപഞ്ചഘടന ഇന്നത്തെ പ്ലാനറ്ററി സിസ്റ്റംമാർ തന്നെ വരച്ചു കാണിച്ചു വെച്ചിട്ടുണ്ട്. വരച്ചു കാണിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പടാട വരച്ചു വെച്ചിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല. മനസ്സിലാ ചിത്രരൂപം തെളിഞ്ഞു വരും. അതിന് നിങ്ങൾ റോക്കറ്റ് നിർമ്മാണ രീതികൾ വേണോ? പക്ഷെ യുക്തിചിന്ത എന്താണ്? ഒരാളൊന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള കഴിവ് വേണം. അതിലേക്ക് ഇറങ്ങിത്തിരണം. അല്ലാതെ അവരുമായിട്ട് തർക്കിക്കാൻ നടക്കുകയല്ല വേണ്ടത്. പറയുന്നതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ വഴിയിലേക്ക് നമ്മളെ ചിന്ത പോകുക. എന്നിട്ട് അതിലേക്ക് കടക്കുക, വേദങ്ങളിലേക്ക് കടക്കുക, അതിന്റെ വരി വെച്ച് എതിർക്കുക. ഇപ്പോൾ ഖുറാനിലേക്കെല്ലാം കടന്നു ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെ ഏതിലേക്ക് തിരിക്കണം? വേദത്തിലേക്ക് തിരിക്കൂ. അപ്പോൾ കാണാം അതിലെന്താ ഉള്ളതെന്ന്, എത്ര എതിർക്കാൻ പറ്റുന്നു. അതിലുള്ള ദേവതകൾ എന്ന് പറയുന്നതാണ് കല്ലും മണ്ണുമെല്ലാണ് ദേവതകൾ. അപ്പൊ ദേവൻ എന്ന വാക്കും ഈശ്വരൻ എന്ന വാക്കും രണ്ടാണ്. ഇതുപോലും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അന്നത്തെ യുക്തിവാദികളായ ആത്മീയവാദികൾ. അവരാണ് ആത്മീയ ഗുരുക്കളായി മാറിയിരിക്കുന്നത്. അവർക്ക് ഈശ്വരനെയും ദൈവത്തെയും മനസ്സിലായില്ല. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർച്ചു. ഈശ്വരനും ദൈവം എന്ന് പറയുന്നത് വേറെ തന്നെ സംഗതികളാണ്. ദേവന്മാർ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന എല്ലാം ദേവന്മാരാണ്. അതിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, ദേവനും അസുരനും. അത് സയൻസിലൂടെ തന്നെ പോകണം. അപ്പം നമ്മൾ ഈ കാണുന്ന മൊബൈലെല്ലാം ദേവനാ. കഥാരൂപത്തിൽ അന്ന് മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ കഥാരൂപത്തിൽ കണ്ണും മൂക്കുമായിട്ടുള്ള മൊബൈൽ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു വിടുമായിരുന്നു പുരാണ കഥകൾ. പക്ഷെ അന്ന് അതൊന്നും ചെയ്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നുള്ള എല്ലാ സയൻസും നിങ്ങൾക്ക് വേദത്തിലേക്ക് കാണാം. അപ്പം നമ്മൾ യുക്തിചിന്ത വേദങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വേദങ്ങൾ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അല്ലെ വിവർത്തനങ്ങളുണ്ട്, ഇഷ്ടംമാതിരി ബുക്കുകളുണ്ട്. മലയാളത്തിലും ഏത് ഭാഷയിലും. സയൻസ് പഠിക്കുന്നതിന് ഭാഷ ഒരു പ്രശ്നമേ അല്ല. വിവർത്തനം ചെയ്ത് കിട്ടിയ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആർക്കും വ്യാഖ്യാനിക്കാം. നമ്മൾ ഹൈഡ്രോജനി ഓക്സിജൻ ഒന്നും പഠിക്കുന്നത് മലയാളത്തിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ചെറിയ ക്ലാസ്സിൽ.
അവിടെ വേദങ്ങളുടെ പുസ്തകങ്ങളെല്ലാം ഉണ്ട്, ഋഗ്വേദമുണ്ട്. എടുത്ത് വായിച്ചു നോക്കിയാല് സുഖമായിട്ട് മനസ്സിലാക്കാം. നിഷേധിക്കല്ലേ, നമ്മൾ യുക്തിവാദികളല്ലേ, യുക്തി ഉപയോഗിച്ചിട്ട് ശരിയില്ലെങ്കിൽ എടുത്ത് ദൂരക്കളയാലോ. വേദങ്ങളെ ആദ്യം വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കൂ. അതോടുകൂടി തന്നെ എന്താണോ യുക്തിവാദികൾ ലക്ഷ്യമിടുന്നത് അത് വളരെ എളുപ്പത്തിൽ സയൻസിലൂടെ സാധിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു സംശയവും വേണം.